ഈശോയിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ ഫൗസ്റ്റീനാമ്മയുടെ ഡയറി നിങ്ങളുടെ എല്ലാവരും കയ്യിലുണ്ടെന്ന് കരുതുന്നു. ഇംഗ്ലീഷോ മലയാളമോ പോളിഷ് ഭാഷയിൽ അറിയാവുന്നവരുടെ കയ്യിൽ അതുകൊണ്ടാകുമെന്ന് തോന്നുന്നു. അതിനകത്ത് 1626 പാരഗ്രാഫ് ഒന്ന് എടുക്കണേ. 1626. ദൈവകരൻ്റെ ഡയറി കയ്യിലില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാലും മതി. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ഈ നോമ്പുകാലമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ചിന്ത ഈ ഒരു പുസ്തകത്തിൽ നിന്ന്, ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ നിന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ 1626 പാരഗ്രാഫിലാണ്. അപ്പോൾ ഈ നോമ്പുകാലം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഫൗസ്റ്റീനാമ്മയോട് ഈശോ ഇങ്ങനെ പറയാണ്. വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നും. ഫൗസ്റ്റീനാമ്മയോട് ഈശോ പറയും, ഞാൻ നിന്നെ എൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. നോമ്പുകാലം തുടങ്ങുമ്പോഴേ ഞാൻ നിന്നെ എൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. നമ്മൾ വിചാരിക്കാൻ അതേത് സ്കൂൾ, ഈശോയുടെ സ്കൂൾ ഏത്? എൻ്റെ ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറയാണ്, എങ്ങനെയാണ് സഹിക്കേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം ആ സ്കൂളിൽ വെച്ചിട്ട്. എൻ്റെ ഈശോയെ ശ്രദ്ധിച്ചേട്ടെ, ഈ നോമ്പുകാലം മുഴുവൻ ഞാൻ നിന്നെ എൻ്റെ സ്കൂളിൽ ചേർക്കുകയാണ്. എപ്രകാരം സഹിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഫൗസ്റ്റീനാമ്മയോട് മാത്രമല്ല, ഈശോയുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ ഒത്തിരി പേര് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് തോന്നുന്നു. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. ഈശോ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെയും നിങ്ങളെ എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുമ്മാ സഹനമൊക്കെ തന്ന് അങ്ങോട്ട് അനുഭവിക്കുക എന്ന് പറയല്ല, ഈശോ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞ കാര്യം കേട്ടോ, നിനക്ക് ഞാൻ കുറേ സഹനം തരാമെന്നല്ല, എങ്ങനെയാണ് സഹിക്കേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈ നോമ്പുകാലം മുഴുവൻ ഞാൻ നിന്നെ എൻ്റെ സ്കൂളിൽ ചേർക്കാണ്. എപ്രകാരം സഹിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളാണിത് പറഞ്ഞെങ്കിൽ പറയും, കർത്താവേ എനിക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നിട്ട് വിട്ടേരെ, മതി സഹനം എന്നൊക്കെ പറയും. ഫൗസ്റ്റീനാമ്മ പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു കാര്യം പറഞ്ഞേ. ഈശോയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ അങ്ങയുടെ കൂടെ ഞാൻ എന്തിനും തയ്യാറാണെന്ന്. അയ്യോ എൻ്റെ പൊന്ന്, എൻ്റെ പ്രിയപ്പെട്ട സാറുകളെ, നോർക്ക് നമുക്കിങ്ങനെ ചിലപ്പോൾ പനി, ജലദോഷം, വേദന, സങ്കടം, കടം, രോഗം, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള സഹനങ്ങൾ വരും. ഒരു കാര്യത്തിൽ നമുക്കിതൊന്ന് ഉറപ്പ് കിട്ടിയാൽ നമുക്കിന്നെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് തോന്നുന്നത്. ഒന്ന്, ഈ സഹനത്തിൻ്റെ സ്കൂളിൽ ഈശോ എന്നെ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഈ സഹനത്തിലൂടെ ഈശോ എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫൗസ്റ്റീനാമ്മയെ പോലെ നമുക്കും പറയാൻ പറ്റും, കർത്താവേ അങ്ങയുടെ കൂടെ എന്തിനും ഞാൻ തയ്യാറാണ്. ഈശോയോട് പറയുക, ഇപ്പം ഈ കടമുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റണില്ല. ഈ ജോലി നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടിയുണ്ട്, ആ ടെൻഷൻ എനിക്ക് താങ്ങാൻ പറ്റണില്ല. ഈ കുടുംബത്തെ ഓർത്ത് ഭാരം എനിക്കുണ്ട്. എന്നെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഈ കാര്യത്തെ ഓർത്ത് ഇതെങ്ങനെ പൂർത്തീകരിക്കണം എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്, അസ്വസ്ഥതയുണ്ട്, ആകുലതയും വ്യാകുലതയൊക്കെ ഉണ്ട്. പക്ഷേ ഫൗസ്റ്റീനാമ്മയെ പോലെ ഞാനും പറയുകയാണ്, ഈശോയെ അങ്ങയുടെ കൂടെ ഞാൻ എന്തിനും തയ്യാറാണ്. കടമുണ്ട്, പക്ഷെ അത് അങ്ങയുടെ കൂടെ ആണെങ്കിൽ. രോഗമുണ്ട്, ഈശോ നിൻ്റെ കൂടെ ആണെങ്കിൽ. എനിക്കിത് എത്രയും കാര്യം പഠിക്കാനുണ്ട്, ഇത്രയും കാര്യം പൂർത്തീകരിക്കാനുണ്ട്. ഒരു സഹനമാണ്, സഹനത്തിൻ്റെ സ്കൂളിലാണ്. ആ സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ നിന്ന് കയറി ഇപ്പോൾ 10-ാം ക്ലാസ്സിലെത്തി, ഒത്തിരി സപ്ലി അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. ഫൗസ്റ്റീനാമ്മയെ പോലെ അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് നോമ്പുകാലത്തിലാണ്. ഈ നോമ്പുകാലത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ സഹനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടാകും. നമ്മൾ ചിലപ്പോൾ ഈശോയോട് ചോദിക്കും, കർത്താവ് ഈ നോമ്പുകാലത്തെങ്കിലും എനിക്കൊരു അവധി തന്നുകൂടായിരുന്നോ സഹനത്തിൽ നിന്ന്? ഇല്ല, ഈ സഹനത്തിൻ്റെ പഠിപ്പിക്കാൻ പറ്റിയ ഈ സിലബസ് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം ഈശോ പീഡകൾ അനുഭവിച്ച ഒരു സമയത്തുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെയാണ് തോന്നും. ഈ നോമ്പുകാലത്ത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സ്കൂളിൽ നമ്മൾ ചേർന്നിട്ടുണ്ട്. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയോട് പറയണം, ഫൗസ്റ്റീനാമ്മയെ പോലെ ഐ എം റെഡി വിത്ത് യു, ഐ എം റെഡി. അങ്ങയുടെ കൂടെ ഞാൻ എന്തിനും തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറും. ഇന്ന് രാത്രി കിടന്നുറങ്ങുക. വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ വലിയ സഹായം, പ്രാർത്ഥനാ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സഹനത്തിൻ്റെ സ്കൂളിനെ അതിജീവിച്ച ഒരുപാട് വിശുദ്ധരുണ്ട്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറിയ വിശുദ്ധരുണ്ട്. ആ വിശുദ്ധരുടെ എല്ലാ സഹായം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഞാനും നിങ്ങളും ഈ സഹനത്തിൻ്റെ സ്കൂളിലെ കോഴ്സ് പൂർത്തിയാക്കി ഒരുപാട് പേർക്ക് അനുഗ്രഹമായിട്ട്, പ്രചോദനമായിട്ട് നമ്മുടെ ജീവിതവും മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ സഹനത്തിൻ്റെ സ്കൂളിലെ ക്ലാസ്മേറ്റ്സിനെല്ലാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.